കേരളത്തിന്റെ കാർഷിക രംഗത്ത് ഉദ്യാന കൃഷിക്ക് ഇന്നേറെ പ്രാധാന്യമുണ്ട്. ആഘോഷ ദിനങ്ങളെ ലക്ഷ്യമാക്കി വിവിധതരം പൂക്കൾ കൃഷി ചെയ്യുന്ന കർഷകർ ഇന്ന് സംസ്ഥാനത്ത് ധാരാളമുണ്ട്. ചെണ്ടുമല്ലിയും ജമന്തിയും മുല്ലയും പിച്ചിയും വാടാമുല്ലയും ഒക്കെ സീസൺ കൃഷിയിൽപ്പെടുന്നു. ചില പ്രദേശങ്ങളിലും ചില കാലങ്ങളിലുമായി ഇത്തരം കൃഷി ഒതുങ്ങുമ്പോൾ എല്ലാ കാലവും കൃഷി ചെയ്യാവുന്നതും ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുന്നതുമായ ഉദ്യാന കൃഷിയാണ് ഓർക്കിഡ് കൃഷി. ഓർക്കിഡ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒട്ടേറെ പദ്ധതികൾ സംസ്ഥാന കൃഷി വകുപ്പ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആവിഷ്കരിച്ച് നടപ്പാക്കി പോരുന്നു. വീട്ടുമുറ്റത്തും പരിസരത്തും ടെറസിലുമൊക്കെയായി ഓർക്കിഡ് കൃഷി ചെയ്ത് നല്ലൊരു വരുമാനം തന്നെ നേടുന്ന ഒട്ടേറെ വീട്ടമ്മമാർ നമുക്കിടയിലുണ്ട്. അതിൽ ശ്രദ്ധേയായൊരു വീട്ടമ്മയാണ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വെല്ലോത്ത് വീട്ടിലെ കെ ശുഭ. ചെറുപ്പം മുതലേ ചെടികളെയും പൂക്കളെയും ഏറെ സ്നേഹിച്ചിരുന്ന ശുഭ ഏത് പുഷ്പഫല സസ്യ പ്രദർശനമേള എവിടെ നടന്നാലും അവിടെ എത്തി പൂച്ചെടികൾ ശേഖരിക്കുമായിരുന്നു. ജീവിതത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞ് വിശ്രമവേള ആരംഭിക്കവേ ശുഭയുടെ ശ്രദ്ധ ആന്തൂര്യത്തിലേക്കായി. ചെറുപ്പം മുതലേ ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കുറേ ചെടികൾ കാണുന്ന ഇവിടുന്ന് ആയാലും വാങ്ങും. അങ്ങനെ ഇവിടുന്ന് കുറേ ചെടികൾ എവിടെ പോയാലും ചെടി കണ്ടാലും അങ്ങനെ വാങ്ങും. പിന്നെ നമ്മളെ ഫ്ലവർ ഷോ ഉണ്ടാകും, അപ്പോൾ അവിടെ ചെടി കൊണ്ടുപോകും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചെടിക്ക് മത്സരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ വെറൈറ്റി തന്നെ 10 സൈസ് 10 ചട്ടി വേണം. അങ്ങനെ കൂടുതൽ വെറൈറ്റി എവിടുന്നാണ് കിട്ടുകയെന്ന് വെച്ചാൽ അതൊക്കെ വാങ്ങി അങ്ങനെ ചെടീനോട് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് അതിലേക്ക് തന്നെ പോയി. പിന്നെ ആന്തൂര്യം ഇവിടെ ബത്തേരി സൊസൈറ്റി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആന്തൂര്യം ഒരു 3000 ആന്തൂര്യങ്ങളും ഉണ്ടായിരുന്നു. ഓർക്കിഡ് പരിപാലനത്തിലെ 15 വർഷം പിന്നിടുമ്പോൾ ഇന്ന് 16 നിറങ്ങളിൽപ്പെട്ട 1000-ലേറെ ഓർക്കിഡ് പുഷ്പച്ചെടികൾ ഇവിടെയുണ്ട്. അതിൽ അപൂർവ ഇനങ്ങളിൽപ്പെട്ട നൊഡാസ, ഡെൻഡ്രോബിയങ്ങൾ, ഡോൺമാലി, വൈറ്റ് ഫൈൻ, ഒൻസീഡിയം, ഹോയ, എയർ പ്ലാന്റ് ആയ സ്പാനിഷ് മോസ്, ഫെലോസിസ്, ബിഗോണിയ, അൺപ്ലാന്റ്, ലിപ്സ്റ്റിക് പ്ലാന്റ്, ട്രോയിഡ് തുടങ്ങിയവയും ശുഭയുടെ ഓർക്കിഡ് ഉദ്യാനത്തിൽപ്പെടുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് ഇത്രയധികം ഓർക്കിഡുകളുടെ പരിപാലന മാതൃത്വം ശുഭ ഏറ്റെടുത്തത്. പോളി ഹൌസിനുള്ളിലാണ് ഈ ഉദ്യാന കർഷക ഓർക്കിഡ് ചെടികളെ സംരക്ഷിച്ചു പോരുന്നത്. ഓൺലൈൻ വഴി ഏജൻസിയുമായി ബന്ധപ്പെട്ടാണ് വിപണിയിൽ പ്രിയമേറിയ ഓർക്കിഡ് സസ്യങ്ങളെ ശുഭ തന്റെ പോളി ഹൌസിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ എത്തുന്ന ചെടികളെ ബഡ് ചെയ്ത് റീപ്ലാന്റ് ചെയ്യുകയാണ് പതിവ്. ഇതിലെ ശാസ്ത്രീയ വശങ്ങളെല്ലാം ഈ വീട്ടമ്മയ്ക്ക് മനപാഠവുമാണ്. പിന്നെ ഡെൻഡ്രോബിയാണ് മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫ്ലവർ കട്ടിങ് ആയിട്ട് കട്ട് ഫ്ലവറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഡെൻഡ്രോബിയത്തിൽ അടുക്ക് എന്ന് പറയും ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ കുറേ വിടർന്നിട്ട് വലിയ ഫ്ലവറായിട്ട് നിൽക്കും. ഇതിൻ്റെ 2 കളറുണ്ട്. ഇത് നൊഡാസ, ഇത് വൈറ്റ് ഫ്ലവർ, ഇതിൻ്റെ യെല്ലോ ഉണ്ട്, പീച്ച് കളറുണ്ട് ഇവിടെ. ഇത് പുതിയ വെറൈറ്റീസ്. ഇത് ബൈഫൈ, ഇതിൻ്റെ ഫ്ലവർ 1 മാസം നിൽക്കും. പിന്നെ 4 കളേഴ്സ് ഉണ്ട്. ഇത് ഒൻസീഡിയം വെറൈറ്റിയിലുള്ളതാണ്. പാഫിയോ പെഡൈലം എന്നാണ് ഇതിൻ്റെ പേര്.
ഇത് ഒരു ഫ്ലവർ, ഒരു തണ്ടിൽ ഒരു ഫ്ലവർ മാത്രം ഉണ്ടാകുക. അത് ഫ്ലവർ കഴിയുന്നതിനെ പിന്നെയും വേഗം ഓരോ ഫ്ലവർ വരും. ചിത്രശലഭത്തിൻ്റെ ഫ്ലവർ പോലെ, ചിത്രശലഭം പോലെ ഉണ്ടാവും. ഇത് മണമുള്ളതാണ് വാൻഡ. ഇത് 2 മാസം വരെ ഫ്ലവർ നിൽക്കും. ഇത് കാക്ടസിൻ്റെ ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇത് ഹോയ എന്ന് പറയൂ. ഹോയൻ്റെ 7 കളറുണ്ട് ഇവിടെ. ഇപ്പോൾ തായ്ലൻഡ് ചെടികൾ ഇമ്പോർട്ടൻ്റ് പ്ലാന്റാണ്. ഇത് ഹോയൻ്റെ വെറൈറ്റി. ഇത് തായ്ലൻഡ് ചെടിയാണ്. തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് പ്ലാന്റാണ്. അത് ലിപ്സ്റ്റിക് പ്ലാന്റ്. 1 മാസത്തിൽ കൂടുതൽ ഫ്ലവർ നിൽക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് പ്ലാന്റ്. ഓർക്കിഡിന് ചെയ്യും പോലെ അതിന് വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഹോയ, പിങ്ക് ഫ്ലവർ. ഇതിൻ്റെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെത്തിപ്പൂ പോലെയാണ് കാണാൻ. ഇത് ഹോയൻ്റെ തന്നെ വേറൊരു വെറൈറ്റി, പിങ്ക് ഫ്ലവർ. എയർ പ്ലാന്റ്, സ്പാനിഷ് മൂസ് എന്നും പറയും ഇതിന്. ഭക്ഷണമൊക്കെ വായിൽ നിന്ന് തന്നെ നമ്മൾ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വില ഇതിന് 250 മുതൽ 1000-2000 രൂപ വരെ വില വരും. രാവിലെ ഏതാണ്ട് 8:30 മണിക്ക് മുൻപ് ചെടികൾക്ക് നനച്ചു കൊടുക്കുന്നു. ചെടികൾക്കുള്ള ഹോർമോൺ സ്പ്രേ ചെയ്യലും രാവിലെ തന്നെ നടക്കും. കടലപ്പിണ്ണാക്കും പുളിപ്പിച്ച ചാണകവും കലർത്തിയ സ്ലറിയാണ് ഓർക്കിഡുകൾക്കുള്ള വളം. മാസത്തിൽ 1 തവണ വീതമാണ് വളപ്രയോഗം നടക്കുക. രോഗബാധയൊന്നും സാധാരണ ഓർക്കിഡുകളിൽ കണ്ടുവരാറില്ല. ജലസേചനത്തിലെ നിയന്ത്രണം അനിവാര്യമാണ്. നന കൂടിയാൽ ഇല കൊഴിച്ചിലും മൂട് ചീയലും സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓർക്കിഡിന് രാവിലെ നനയ്ക്കൂ. പിന്നെ രാവിലെ 8:30 മുന്നിൽ അതിന് ഹോർമോൺ ആഴ്ചക്കൊരു പ്രാവശ്യം ഹോർമോൺ സ്പ്രേ ചെയ്ത് കൊടുക്കും. വെള്ളം കടലപ്പിണ്ണാക്കും ചാണകം കൂടി പുളിപ്പിച്ചതിൻ്റെ സ്ലറി അത് മാസത്തിൽ 1 പ്രാവശ്യം ചെയ്ത് കൊടുക്കും. തേങ്ങേൻ്റെ വെള്ളം പുളിപ്പിച്ചത് സ്പ്രേ ചെയ്യും ഓർക്കിഡിന്. വെള്ളം അധികമായാൽ അതിന് ഒരു ഇല കൊഴിച്ചിൽ വരും. അതിനിപ്പോൾ ഒരു വളം ഇവിടെ അങ്ങനെ ഇല കൊഴിഞ്ഞിട്ടൊരു വളം ചെയ്യും, ഒരു ഇൻഡോഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. പല ഇനങ്ങളിൽപ്പെട്ട അലങ്കാര കള്ളിച്ചെടികളാണ് ശുഭയുടെ ഉദ്യാനത്തിലെ മറ്റൊരഴക്. മണലും മണ്ണും ചാണകപ്പൊടിയും കലർത്തിയ മിശ്രിതം ചട്ടിയിൽ നിറച്ച ശേഷം അതിലാണ് കള്ളിച്ചെടികൾ നടുക. മരുഭൂമിയിലെ സസ്യങ്ങളായതിനാൽ കാക്ടസ് ഇനങ്ങൾക്ക് വളവും വെള്ളവും വളരെ കുറച്ചു മതിയാകും. ജലസേചനത്തിന്റെ അളവ് കൂടിയാൽ ഇവയ്ക്ക് മൂട് ചീയലിനുള്ള സാധ്യതയുണ്ട്. കാക്ടസിന് ആഴ്ച 1 ദിവസം നനച്ചു കൊടുത്താൽ മതി. വളം അതിന് ചെയ്യണമെന്നില്ല. മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി മിക്സാക്കിയിട്ട് അതിൽ നട്ടുകൊടുക്കും. നിരവധി ഹാങ്ങിങ് പ്ലാന്റ്സ്, വിദേശികളും സ്വദേശികളുമായ നാട്ടുപുഷ്പച്ചെടികൾ, വർണ്ണവൈവിധ്യം ചൂടിയ ഇലച്ചെടികൾ, ജലപുഷ്പങ്ങൾ തുടങ്ങിയവയും ശുഭോദ്യാനത്തെ ആകർഷകമാക്കുന്നു. ഞാൻ കൊറിയറിൽ വരുത്തു. തായ്ലൻഡ് ചെടികളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന അവരുടെ അടുത്തുനിന്ന് കൊറിയറിൽ വരുത്തും. പിന്നെ അതിനെ ഞാൻ തന്നെ റീപ്ലാന്റ് ചെയ്ത് അങ്ങനെ കൂടുതൽ എണ്ണം കൂട്ടും. എല്ലാ വെറൈറ്റീസും അങ്ങനെ ചെയ്യും. പഴവർഗ്ഗങ്ങൾക്കും നല്ലൊരിടം ശുഭയുടെ പുഷ്പഫലത്തോട്ടത്തിലുണ്ട്. 30ഓളം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളെയാണ് ശുഭ ഇവിടെ വളർത്തിയെടുത്തും റീപ്ലാന്റ് ചെയ്തും പോരുന്നത്. 30 വെറൈറ്റികളുണ്ട് ഫ്രൂട്ട്സ്. ആഫ്രിക്കയിൽ ഉണ്ടാകുന്ന കൽഹാരി മലൻ എന്നും പറയും. പിന്നെ ഇത് ഷുഗറിന് ഒക്കെ മരുന്നാണ്. ജ്യൂസ് അടിച്ചു കുടിക്കാൻ പറ്റും. എല്ലാത്തരം വിറ്റാമിനുകളും അടങ്ങിയ ഒരു ഫ്രൂട്ട്സാണ്. ഈ വെള്ളരി വർഗത്തിൽപ്പെടുന്നു. 3 മാസമാകുമ്പോഴേക്ക് കായ ഉണ്ടാകും. വള്ളി ഉണങ്ങുന്നവരെ
പഴം അതിൽ നിന്ന് പഴുത്തിട്ട് പറിക്കാം. അത്തി, മാങ്കോസ്റ്റിൻ, ഫിലോസാൻ, റംബൂട്ടാൻ, ബറാബ, പീച്ചസ്, മിറാക്കിൾ ഫ്രൂട്ട്, അങ്ങനെ 25ഓളം വെറൈറ്റി ഉണ്ട്. ശുഭയുടെ ഓർക്കിഡ് കൃഷിയോടുള്ള താല്പര്യം കണ്ടറിഞ്ഞ് സുൽത്താൻ ബത്തേരി കൃഷിഭവനും ഈ ഗൃഹാങ്കണത്തിലേക്കെത്തി. ഓർക്കിഡ് കൃഷി അവലംബിക്കേണ്ട ശാസ്ത്രീയ രീതികളും ഇതര നിർദ്ദേശങ്ങളുമൊക്കെ കൃഷി ഉദ്യോഗസ്ഥർ ശുഭയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. കൃഷിവകുപ്പിന്റെ പദ്ധതി സഹായങ്ങളും ലഭ്യമായി. സുൽത്താൻ ബത്തേരി കൃഷിഭവനിൽ വനിതാ കർഷക സംരംഭക എന്ന നിലയിലും ശുഭേച്ചി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ഓർക്കിഡ് കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായി ചെയ്ത ഒരു ഓർക്കിഡ് പുഷ്പകൃഷി. പല സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് വരെ പുഷ്പത്തിൻ്റെ സീഡ്ലിങ്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പല വെറൈറ്റീസും ഇവിടെ പ്ലാന്റ് ചെയ്യുകയും അത് എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഫ്ലോറിക്കൾച്ചർ സൊസൈറ്റിയുടെ വയനാട് അഗ്രി ഹോർട്ടി സൊസൈറ്റിയുടെ ഫ്ലവർ ഷോയിലും മറ്റും പല എക്സിബിഷനും പല സമ്മാനങ്ങളും പല ഇതും അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ നടന്ന വയനാട് SHM സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളിലും അവർ ഭാഗമായിട്ടുണ്ട്. അതിൽ ആന്തൂരം കൃഷിക്ക് ആദ്യം നമ്മൾ സബ്സിഡൈസ്ഡ് റേറ്റിൽ തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടുന്ന ആവശ്യമായ സാങ്കേതിക സഹായങ്ങളും അതോടൊപ്പം സാമ്പത്തിക സഹായങ്ങളും നിലവിലുള്ള നോംസ് പ്രകാരം സബ്സിഡി ആയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കഴിഞ്ഞ വർഷം ഓർക്കിഡ് കൃഷിക്ക് SHMൽ തന്നെയുള്ള ഒരു കട്ട് ഫ്ലവർ യൂണിറ്റ് എന്നുള്ള നിലയിൽ അവർക്ക് 1000 കട്ട് ഫ്ലവേഴ്സിനുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് അവരുടെ തന്നെ ഒരു ഇഷ്ടമാണിത് എല്ലാം ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ചെയ്യുന്ന രീതികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇപ്പം നടന്ന പൂപ്പൊലിയിലേക്ക് ഞങ്ങളുടെ ഒരു സ്റ്റാള് ഇവരുടെ ഭാഗമായിട്ട് ഒരുപാട് ഫ്ലവേഴ്സും അതുപോലെ പ്ലാന്റ്സും ഞങ്ങൾ അവിടെ തന്നെ എക്സിബിഷന് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് കുറേ ഈ പൂക്കൃഷിയുമായിട്ടുള്ള സെയിലും ഇവിടെ നടന്നു വരുന്നുണ്ട്. പൂക്കൃഷിയുടെ സീഡ്ലിങ്സിൻ്റെയും അതുപോലെ തൈകളുടെയും സെയിൽ ഇവിടെ നടക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ 1-2 ഫാമേഴ്സ് എൻ്റെ അടുത്ത് തന്നെ അവരുടെ പേര് അന്വേഷിച്ച് വന്ന് നമ്മൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയും അവരുടെ അടുത്ത് നിന്ന് വന്ന് ഇത് കണ്ടിട്ട് മാതൃകയാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 2-3 പോളിയോസുകൾ അതിന് ശേഷം ഇതുപോലെ വന്നിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ് ദശയിലാണുള്ളത് ഇപ്പം. അത് അവരുടെ ഒരു ഈ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് മറ്റുള്ള കർഷകരിലേക്കും കൂടി എത്തിക്കുന്നതിന് അവരുടെ ഒരു പ്രവൃത്തി സഹായകമായിട്ടുണ്ട്. അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു പോരുന്ന പൂപ്പൊലി എന്ന പുഷ്പഫല സസ്യ പ്രദർശന മേളയിലെ തിളങ്ങുന്ന സാന്നിധ്യമാണ് ശുഭയുടെ ഓർക്കിഡുകൾ. കൂടാതെ മറ്റ് പ്രദർശന മേളകളിലും ഇവ എത്തുന്നു. ജില്ലാതല ഉദ്യാന കർഷക പുരസ്കാരവും ഈ കർഷക വീട്ടമ്മയെ തേടിയെത്തി. പ്രദർശന മേളകളിലൂടെയും പരിചയക്കാർ മുഖേനയും ഫ്ലവർ സൊസൈറ്റി വഴിയും ഓൺലൈൻ വഴിയുമാണ് ശുഭയുടെ ഓർക്കിഡുകൾ വിറ്റുപോകുന്നത്. കഴിഞ്ഞ 1 വർഷമായി മികച്ച ആദായം തന്നെ ലഭിച്ചു പോരുന്നു. ഡ്രൈ ഫ്ലവേഴ്സ് പൂക്കൂട ഒരുക്കുന്നതിനും ഈ വീട്ടമ്മ സമയം കണ്ടെത്തുന്നു. അങ്ങനെ പരിചയക്കാരും പിന്നെ ഇപ്പം നെറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരിചയക്കാരങ്ങനെ വന്നിട്ട് വാങ്ങിക്കോളും. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോലിയാണ്. അത്യാവശ്യം നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു ചെറിയ വരുമാനമാകും. എല്ലാം കൊണ്ടും നല്ലതാണ്. ചെടികളും പൂക്കളും എന്നും ശുഭ എന്ന ഈ വയനാടൻ വീട്ടമ്മയുടെ ഹൃദയാരാധനയാണ്. വരുമാനത്തിനപ്പുറം അവയുടെ പരിപാലനത്തിലാണ് ഇവർ ആനന്ദം കൊള്ളുന്നത്. അങ്ങനെ
ശോഭാമയും അവരുടെ വാത്സല്യമായ ഓർക്കിഡ് ചെടികളും വയനാടൻ മണ്ണിൽ ഇങ്ങനെ വേറിട്ട കാഴ്ചയേകുമ്പോൾ അത് നമുക്കിടയിൽ ഒരു മാതൃകയുമാകുന്നു. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫലവർഗ കൃഷി പുതിയ തോട്ടങ്ങൾക്ക് പദ്ധതി. തിരുനരയിൽ പരിശീലനം. ചക്കമടൽ നീക്കി ചുളയെടുക്കാൻ ലഘുയന്ത്രം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. മാവ്, നെല്ലി എന്നീ ഫലവൃക്ഷങ്ങളുടെ പുനരുദ്ധാരണത്തിനും പുതിയ തോട്ടങ്ങൾ നിർമ്മിക്കാനും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നു. പദ്ധതി അനുസരിച്ച് കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന ഇനങ്ങളായ ഒളോർ, പ്രിയോർ, മൂവാണ്ടൻ എന്നിവ കൃഷി ചെയ്യാൻ ഹെക്ടറിന് 22,500 രൂപ സബ്സിഡിയായി നൽകും. മികച്ച ഇനം ഒട്ടുമാവിൻ തൈകൾ, കൃഷിക്കാവശ്യമായ രാസവളങ്ങൾ, ജൈവവളങ്ങൾ, സസ്യസംരക്ഷണ ഉപാധികൾ, കളനാശിനികൾ, മേലൊട്ടിക്കുന്നതിനുള്ള ചെലവ് എന്നിവ ഇതിൽ ഉൾപ്പെടും. കാഞ്ചൻ, കൃഷ്ണ, ചമ്പക്കാട് ലാർജ് എന്നീ നെല്ലി ഇനങ്ങൾ കൃഷി ചെയ്യാനും ഹെക്ടറിന് 22,500 രൂപയുടെ സബ്സിഡി ലഭിക്കും. പുതുതായി 150 ഹെക്ടർ സ്ഥലത്ത് നെല്ലിക്കൃഷി ആരംഭിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദ വിവരങ്ങൾക്ക് 047123300856 എന്ന നമ്പറിൽ വിളിക്കുക. മഴക്കാലത്ത് റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ കമിഴ്ത്തിവയ്ക്കുന്ന കർഷകർ നിഷ്കർഷത പുലർത്തണമെന്ന് റബ്ബർ ബോർഡ് അഭ്യർത്ഥിച്ചു. ടാപ്പിംഗ് നടക്കുന്ന തോട്ടങ്ങളിൽ പാൽവീഴ്ച പൂർണ്ണമായി നിന്ന ശേഷം കറയെടുക്കുക. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് റെയിൻ ഗാർഡ് ചെയ്ത തോട്ടങ്ങളിൽ പ്ലാസ്റ്റിക് ഉയർത്തിവെക്കുമ്പോൾ മടക്കുകളിൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടയാകും. ഇവ താഴ്ത്തിയിട്ടാൽ ഇത് ഒഴിവാക്കാം. ഉപയോഗശേഷം പറമ്പിൽ ഉപേക്ഷിക്കുന്ന റെയിൻ ഗാർഡുകൾ, പാത്രങ്ങൾ എന്നിവയിലും മഴവെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കൊതുക് പരത്തുന്ന നിരവധി രോഗങ്ങൾ പടർന്നു പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരത്ത് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 27-ാം തീയതി തിരുനന എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 50 രൂപയാണ്. വിശദ വിവരങ്ങൾക്ക് 0472882086 എന്ന നമ്പറിൽ വിളിക്കുക. ഏറ്റുമാനൂർ ക്ഷീരവികസന യൂണിറ്റിന്റെ പരിധിയിൽ കേരള ക്ഷീരകർഷക ക്ഷേമനിധിയുടെ പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ വാങ്ങുന്നവർ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഈ മാസം 31-ന് മുൻപായി ക്ഷീരവികസന യൂണിറ്റിൽ എത്തി പുതുക്കണം. ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് എന്നിവയും ഹാജരാക്കണം. അല്ലാത്ത പക്ഷം പെൻഷൻ മുടങ്ങുമെന്ന് ഏറ്റുമാനൂർ ക്ഷീരവികസന ഓഫീസർ അറിയിച്ചു. വിശദ വിവരങ്ങൾക്ക് 048125399934 എന്ന നമ്പറിൽ വിളിക്കുക. ചക്ക പൊളിച്ച് അരക്ക് നീക്കി ചുള വേർതിരിച്ചെടുക്കാവുന്ന
ഒരു ലഘുയന്ത്രത്തിന് തവന്നൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് രൂപം നൽകി. 1 മിനിറ്റ് കൊണ്ട് ചക്ക വൃത്തിയാക്കി ചുളയെടുക്കാൻ പാകത്തിന് ലളിതമായ രീതിയിലാണ് ഈ യന്ത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0442687980 എന്ന നമ്പറിലോ 9446547714 എന്ന നമ്പറിലോ വിളിക്കുക. ചിറയിൻകീട് സ്റ്റേറ്റ് സീഡ് ഫാമിൽ ടിഷ്യൂ കൾച്ചർ വാഴ, ഹൈബ്രിഡ് പപ്പായ തൈകൾ, പച്ചക്കറി വിത്ത്, പച്ചക്കറി തൈകൾ, ജൈവവളം, ദ്രാവക ജൈവവളം തുടങ്ങിയവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർ 047026432222 എന്ന നമ്പറിൽ വിളിക്കുക. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,900 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂരിൽ 12,900 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,695 രൂപ, കോഴിക്കോട് 9,250 രൂപ, തൃശൂരിൽ 8,715 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 49,400 രൂപ, ഗാർബിൾഡ് 51,400 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ സേലത്ത് 8,500 രൂപ, ഈറോഡിൽ 9,000 രൂപ. അടയ്ക്ക 20,000-നും 21,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 12,600 രൂപ, 4ാം ഗ്രേഡ് 12,800 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 12,700 രൂപ, 4ാം ഗ്രേഡ് 12,900 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12,900 രൂപ, കൊപ്ര 8,695 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 49,400 രൂപ, ഗാർബിൾഡ് 51,400 രൂപ. ചുക്ക് മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 150-നും 170-നും മധ്യേ. തൊണ്ടില്ലാത്തത് 260-നും 325-നും മധ്യേ. ജാതിപത്രി 400-നും 550-നും മധ്യേ. ഗ്രാമ്പു 650 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,600 രൂപ, 4ാം ഗ്രേഡ് 12,800 രൂപ. ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം. ഉത്തരേന്ത്യൻ വിപണികളിൽ ഏലക്കയുടെ സ്റ്റോക്ക് നില ചുരുങ്ങിയത് ഒരിക്കൽ കൂടി ലേലകേന്ദ്രങ്ങളിൽ വീറും വാശിയും ഉയർത്തി. ഹൈറേഞ്ചിൽ ഇന്ന് ലേലത്തിന് വന്ന 43,320 കിലോഗ്രാം ചരക്ക് പൂർണ്ണമായും വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ സ്വന്തമാക്കാൻ കയറ്റുമതിക്കാർക്കൊപ്പം ആഭ്യന്തര വാങ്ങലുകാരും ഉത്സാഹിച്ചത് നിരക്ക് 1,167 രൂപ വരെ ഉയർത്തി. ശരാശരി ഇനങ്ങൾ 890 രൂപ രേഖപ്പെടുത്തി. കാർഷിക മേഖല മുഖ്യ വിപണികളിലേക്കുള്ള കുരുമുളക് നീക്കം നിയന്ത്രിച്ച് ഉൽപ്പന്നത്തിന്റെ കരുത്ത് തിരിച്ചുപിടിക്കാൻ ശ്രമം തുടങ്ങി. തുടർച്ചയായ വിലയിടിവാണ് ഉൽപ്പാദകരെ വിൽപ്പനയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പുതിയ മുളക് വില 47,900 വരെ ഇടിഞ്ഞു. കൊച്ചി, കോട്ടയം വിപണികളിൽ റബ്ബർ ഷീറ്റിന്റെ വില ലഭ്യത ചുരുങ്ങിയത് ചെറുകിട വ്യവസായികൾ നിരക്കുയർത്താൻ പ്രേരിപ്പിച്ചു. കാലാവസ്ഥാ മാറ്റം റബ്ബർ ടാപ്പിംഗ് വേഗതയിൽ പുനരാരംഭിക്കാൻ അവസരം ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്കിൽ നേരിയ മുന്നേറ്റം. മില്ലുകാർ വെളിച്ചെണ്ണ നീക്കം നിയന്ത്രിച്ച് കൊച്ചി, തൃശൂർ മാർക്കറ്റുകളിൽ എണ്ണവില ഉയർത്തി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 30.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.9 26, കൊച്ചി 33.6 25.6, ആലപ്പുഴ 33.5 26, പുനലൂർ 35 24.2. തിരുവനന്തപുരം കൂടിയ താപനില
32.8 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.